നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അറിയാൻ. വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആരംഭിച്ചോ? മന്ത്രിസഭാ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു മന്ത്രി മാത്രമേ വരാനുള്ളൂ. എന്തായാലും മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗം ജനകീയ പ്രഖ്യാപനങ്ങളോടുകൂടിയായിരിക്കും, ജനകീയ തീരുമാനങ്ങളോടുകൂടിയായിരിക്കും സമാപിക്കുക എന്ന കാര്യം ഉറപ്പാണ്. എല്ലാ മന്ത്രിസഭയും അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ഇവിടെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം രാഹുൽ ഗാന്ധി പൊതുയാത്രയുടെ സമാപനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ഏതൊക്കെ നടപ്പിലാക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിലുമായി ബന്ധപ്പെട്ട് KSRTC ചില പഠനങ്ങളും മറ്റും നടത്തിയിരുന്നു. അപ്പോൾ അത് ഫീസിബിൾ ആണോ, അതിന് സാധ്യതയുണ്ടോ അത്തരമൊരു തീരുമാനത്തിന് എന്നടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ചില ചർച്ചകളും മറ്റും സമാന്തരമായി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നതുമായി അതിലുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് കരുതുന്ന ഒന്നാണ്. മറ്റൊന്ന്, രാജ്യത്താകെ ഇന്ധനത്തിന് വില വർദ്ധിപ്പിച്ചു. അപ്പോൾ വർദ്ധിപ്പിച്ച ഇന്ധന നികുതിയുടെ ഒരു ഭാഗം വേണ്ടെന്ന് വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇന്ധനവില വർധനവിന്റെ ആഘാതം കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൊണ്ട് ആ തീരുമാനം പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതാണ്. ആശാ വർക്കർമാരുടെ ദീർഘകാല സമരം UDFന് പിന്തുണയിൽ നടന്ന സമരമാണ്. ആ സമരത്തിന് എല്ലാ പിന്തുണയും നൽകുകയും മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുടെ നേതൃത്വം നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന VD സതീശനെ കണ്ടപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പു നൽകിയിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. കൊച്ചി നഗരസഭയിൽ UDF അധികാരത്തിലേറിന് പിന്നാലെ ആരംഭിച്ച ഇന്ദിരാ ക്യാൻറ്റീൻ 50 രൂപയ്ക്ക് ഒരു ദിവസത്തെ 3 നേരം ഭക്ഷണം നൽകുന്ന സംവിധാനമാണ് ഇന്ദിരാ ക്യാൻറ്റീൻ. അത് കൊച്ചിയിലെ ഇന്ദിരാ ക്യാൻറ്റീൻ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അത് ഇന്ദിരാ ക്യാൻറ്റീൻ സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനവും ഒരുപക്ഷെ ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേരളം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് തീരുമാനങ്ങൾ അറിയിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും VD സതീശൻ ക്യാബിനറ്റിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കൂടി ആയതുകൊണ്ട് ഇതിനുശേഷം ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായും ഒരു വാർത്താ സമ്മേളനം വിളിച്ചു തന്നെയാകും. അത് കേരളത്തെ, ജനങ്ങളെ VD സതീശൻ ക്യാബിനറ്റിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനമായി അറിയിക്കുക എന്നുള്ളത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.